ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെ റമദാൻ ഡേ 1 ആണിത്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ്. സോമേച്ചിയുടെ പത്തിരി പാത്രത്തിൽ തുറക്കുമ്പോൾ വീയാണ്ട് ഇരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, പാത്രത്തിൽ പരത്തി ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോൾ പത്തിരി ചൂടാൻ പറയുന്നത് നമ്മൾ അടുപ്പ് അങ്ങോട്ട് സെറ്റ് ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ട് സെറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതൊക്കെ കഴുകി വെച്ചത് ഇനിയിപ്പോൾ ഒക്കെ ഉണ്ടാക്കാനായിരിക്കും. ഇതൊക്കെ കഴുകി വെച്ചതാണ്. സോ ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ഉള്ളി തൊലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മളുടെ ഉള്ളിക്കൊട്ടിയിൽ നമുക്ക് 3 ഉള്ളിയിൽ എടുത്ത് തൊലിക്കാം. 3 ഉള്ളി എടുക്കണം ഗൈസ്. ഒരു ഉള്ളിയും കൂടി എടുക്കാം, എന്നിട്ട് തൊലിക്കാം. അത്യാവശ്യം വലിയ ഉള്ളി തന്നെ ആയിക്കോട്ടെ. 3 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് തൊലിച്ചിട്ട് ക്ലീൻ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുത്തെ വാതിൽ അങ്ങ് അടയ്ക്കാം. കാരണം ഇനിയിപ്പോൾ അവിടുത്തെ പൊടീനെ അങ്ങോട്ട് പാറണ്ട. അപ്പോൾ നല്ല ജ്വലിക്കലാണ് ഇന്ന് സൂര്യന്. 5 മണിയായി. അപ്പോൾ നമ്മൾ ടോട്ടൽ പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ്. ഓക്കെ, പിന്നെ നമുക്ക് തൊലിക്കാം അല്ലേ. നല്ല രസമല്ലേ ഇങ്ങനെ കാണാൻ. അപ്പോൾ നമുക്ക് തൊലിക്കാം. ആദ്യം നമ്മൾ കത്തി എടുക്കണം. അതൊന്നും എടുക്കാതെ തൊലിക്കാൻ പാടില്ല, കരന്ന് തൊലിക്കും, എലിയല്ലല്ലോ. അപ്പോൾ ആ കത്തി നമ്മളുടെ ഉള്ളിക്കൊട്ടയിലുണ്ട്. നമ്മളെ ഉള്ളിക്കൊട്ടയ്ക്ക് നമ്മളുടെ 9 മണി പ്രമാണിച്ച് റെഡി വെച്ചതായിട്ട് പാത്രങ്ങൾ അടിയിക്കും. ഇതൊക്കെ ആകെ കൂടി മിക്സ്ഡ് ഇനി. സോ ഓക്കെ, എന്താ നമ്മുടെ സംഭവങ്ങളൊക്കെ സെറ്റായി. പിന്നെ നമുക്കിനി 3 ഉള്ളി തൊലിക്കാം. തൊലിച്ചിട്ട് കാണാം. അപ്പോൾ കഴിച്ച് നമ്മളിതാ ഇത് ജ്യൂസ് അടിക്കല്ല, ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. ജ്യൂസ് അടിച്ചു. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിക്കല്ലേ മറ്റേ ജ്യൂസ് വേണ്ട. ഇന്ന് നമ്മൾ കട്ട് ചെയ്ത് വെക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെച്ചി അത്തൊക്കെ കട്ട് ചെയ്ത് കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ പെച്ചി വന്നപ്പോൾ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ മധുരം ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് പോയി. നാച്ചുറലായിട്ട് തന്നെ കഴിക്കണം. പിന്നെ ഇത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അല്ലേ. ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് വാട്ടർ മെലോൺ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവം കേട്ടോ. അപ്പോൾ കഴിച്ച് അങ്ങനെ ഇതാ അമ്മച്ചി ചിക്കൻ കറിക്ക് വേണ്ട ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നാളത്തെ തൊലിച്ച 3 ഉള്ളിയില്ല, അതാണ് ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ പുറത്താണ് കേട്ടോ നമ്മളിന്ന് പത്തിരി ഉണ്ടാക്കുന്നത്, ജസ്റ്റ് ഫോർ എ ചേഞ്ച്. അപ്പോൾ നമ്മൾ എന്താ ഉള്ളിവട അല്ല, എന്താ അതിന് പറയാ, ഉള്ളിവട തന്നെയല്ലേ. ഓക്കെ, പൊരികൾ ഞങ്ങളങ്ങനെ എന്താ പറയുക പ്ലാൻ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. ഷോക്ക് അത് ഇഷ്ടം എന്ന് പറഞ്ഞപ്പം ഓളൊരു സ്പെഷ്യലായിട്ട് നമ്മൾ ഉള്ളിവട ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പത്തിരി ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മളെ പാനും തവ എന്നാ പറയാം, തവയ്ക്ക് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അല്ല ഏറ്റവും വേണ്ട. അപ്പോൾ നമ്മൾ ഇതൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇല്ല, നമ്മളങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നും നമ്മളെന്ന് അടുപ്പത്തന്നെ തെയ്യം മുട്ടാന്നല്ലേ. യെസ്, നമ്മൾ മഴക്കാലം കൂടി ആയപ്പോൾ നമുക്ക് ഇവിടെ തീരെ പറ്റാതായി, വെള്ളവും കാര്യമൊക്കെ ആയിട്ടില്ലേ. നമ്മൾ തീരെ ഇതാക്കില്ലായിരുന്നു. അപ്പോൾ ഗെയ്സ് അങ്ങനെ നമ്മളുടെ തീപ്പെട്ടി വിളക്ക് എടുക്കാൻ വന്നാണ് ഞാൻ കത്തിക്കാൻ. അപ്പോൾ ഇതും ഉണ്ട്, നമ്മൾ ആ ലൈറ്റർ സംഭവം ഉണ്ട്. ചിക്കൻ കറിയൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാണിച്ചത് ഗെയ്സ്, ചിക്കൻ കറി ഉപ്പാക്കുള്ള കറിയാണ്. ഇതായി ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് തീപ്പെട്ടി വിളക്കും കൊണ്ട് പോയേക്കാം. ഉമ്മച്ചിയെ തീപ്പെട്ടി ഈ സംഭവം മതിയോ? വിളക്കല്ല, തീപ്പെട്ടിയാ. കൊള്ളി എവിടെയാണ്? ഇതുകൊണ്ടാ ഇത് ഇഷ്ടമല്ല. സേഫ്റ്റി മാക്സൊക്കെയാണ്, പക്ഷെ ഉമ്മച്ചിക്ക് ഇഷ്ടമൊന്നുമില്ല. ഗീസ് നമ്മളെ തീപ്പെട്ടി വിളക്ക് തന്നെ വേണം പറഞ്ഞു. അതാ കേസ് കേട്ടോ, ചൂടുണ്ട്. നമ്മുടെ ഇതിവിടെ ആയിക്കൊണ്ടിരിക്കട്ടെ, നമുക്കത് കൊണ്ടുപോയേക്കാം. ഇത് നമ്മൾ സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കണേ. ഇല്ല ഇവര് ഓ മൈ ഗാഡ്, ഇവരെന്തെങ്കിലുമൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടമായിട്ട് ഇങ്ങനെ. സോ ഗൈസ്, അപ്പോൾ കത്തിക്കാനുള്ള തീപ്പെട്ടി വിളക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിരാന്ത് നിങ്ങൾക്ക് ഉണ്ടോ? എനിക്ക് നല്ലതുണ്ട് കേട്ടോ.
അപ്പോൾ ഗൈസ് നല്ലൊരു ആംബിയൻസ് ഒക്കെ ആണ്. മയക്കാറുണ്ടെന്ന് ഇല്ല ഇല്ല ഇല്ല, ക്ലിയർ മേഘമാണ്. സോ ഗൈസ് ഇനി നമുക്ക് ഏതായാലും ഇനി വെച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഇതുണ്ടാക്കാൻ പോകുന്നുണ്ടോ ഗൈസ്, തരിക്കഞ്ഞി അവിടെ വരുന്നില്ലേ. അപ്പം നമ്മളിവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പാൻ വെക്കാണ്. അപ്പം ഇതാണ് നമ്മൾ വെള്ളത്തിനെല്ലാട്ടി നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കൽ ഇതാണ്. ഇത് നമ്മളെ ക്ഷീണമൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ നമ്മൾ ഭയങ്കര എന്താ പറയാ, പയ്യനൊക്കെ ഇപ്പം എന്താ ഓൾഡ് ജനറേഷൻസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയാ ഇവിടെ ഓ മൈ ഗോഡ്, ഞാൻ മിക്കവാറും ഇതൊക്കെ പാടെ കുളമാക്കിയിട്ടേ ഇടങ്ങുള്ളൂ വന്നില്ലേ. സമയമോ ഒരു മിനിറ്റ് ഇപ്പോൾ സമയം ഇപ്പോൾ കാണൂലടി. അപ്പോൾ ഇതാ ഇവിടെ ഉള്ളി തൊലിച്ചില്ല, നമ്മളെ ഉള്ളിവടയ്ക്കുള്ള ഉള്ളി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പത്തിരി ഇവിടെ ഉണ്ട്. അപ്പം വെച്ച് നെയ്യ് പാരാൻ പോവാണ്. പറഞ്ഞോളൂ മാ. അപ്പോൾ അത് വേണ്ടമാ, ഈ ഉമ്മാർക്കൊക്കെ ഉള്ളൊരു സ്വഭാവം കേട്ടോ. ഇതിപ്പോ പാനോ അല്ലെ ഇപ്പൊ ഒരു പാലൊക്കെ ആണെങ്കിൽ എണ്ണ എങ്ങനെ എടുക്കും കണ്ടോ, അവിടെ ഉണ്ടോ അവരുടെ തുള്ളി എണ്ണ. അതുപോലെ ഇതിമ്മലുള്ളത് വരെ നമ്മള് കളയത് അധ്വാനിച്ച് കൊണ്ടുവരണം, വെറുതെ സാധനമല്ല. അതിനുള്ളൊരു വില ഞമ്മക്കുണ്ട്, ഭയങ്കര വില കേട്ടോ. പിന്നെ നമുക്ക് ഒരു സ്പൂണായിട്ട് നമ്മളെ വെണ്ണ ഒഴിക്കണുള്ളൂ. എന്താ എന്ത് പച്ച കൊണ്ടാവല്ലേ ഒരു സ്പൂണ് വെണ്ണ എന്നൊക്കെ. ഞാൻ ആദ്യം ഈ വെണ്ണ എന്ന് പറഞ്ഞാല് അപ്പോഴും എൻ്റെ ഒരു മനസ്സിൽ എണ്ണ നേരിട്ട്. ഇപ്പൊ അങ്ങനെ ആലോചിക്കും, ചിലവർ പറയല്ലോ വെണ്ണ കഴിക്കാന്. ഒരു കണ്ണന്റെ കഥയൊക്കെ ഉണ്ട്, വെണ്ണ കഴിക്കണ ഒരു കണ്ണന്റെ കഥയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം മലയാള സെക്കൻഡില്. അപ്പൊ ഇങ്ങനെ ആലോചിക്കും എന്ത് ഈ എണ്ണ അത്ര വലിയ രസമുള്ള സംഭവം അല്ലല്ലേ എണ്ണ. പിന്നെയാണ് മനസ്സിലായത് എനിക്ക് നെയ്യാണ്. നെയ്യ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പൊ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഓളുള്ളി കുറച്ച് അടിച്ചു മാറ്റിയിട്ടതാണ്. അല്ലേ ഉമ്മ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല അല്ല. പിന്നെ ഈ അടുപ്പിലുണ്ടാക്കി കുടിക്കണ ഒരു തരിക്കഞ്ഞി, അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇങ്ങോട്ടോ നമ്മളെ റവ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് പഞ്ചസാര, പിന്നെ നമ്മളെ പാൽ. ഭയങ്കര തലേ. അപ്പൊ നമ്മള് അണ്ടി മുന്തിരി ഇടാൻ പോവാണ്. കുറച്ച് പൊന്തിച്ച് പിടിച്ചില്ലേ ഫോണാകെ ശീലം. ഉള്ളി കരിഞ്ഞോ നോക്കാൻ വയ്യ. ഇല്ല കരിഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ അണ്ടി മുന്തിരി ഇടുന്നു. അത് മൊഴിഞ്ഞു വരുന്ന സമയം കൊണ്ട് മിച്ചറ പാല് റെഡിയാക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു. റെസിപ്പി അറിയാത്തവർക്കൊക്കെ റെസിപ്പി സഹിതം പറഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അടുപ്പത്തുണ്ടാക്കി കുടിക്കണൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. കണ്ണൊക്കെ ആകെ അടിച്ചു പോകും. ഇപ്പം ആരൊക്കെ ഒന്നും അടി കിട്ടിയ മാതിരി ഒളിച്ച് അവിടെ. അപ്പോൾ കഴിച്ച് നമ്മളിതിലേക്ക് അങ്ങനെ റവ ഇട്ടേക്കാണ്. അപ്പോൾ ഉമ്മച്ചി എന്താ ചെയ്യലെന്ന് വെച്ചാൽ നമ്മളെ സേമിയവും അതുപോലെ തന്നെ റവയും വറുത്തിട്ട് ഒരു കുപ്പിയിലിട്ട് അങ്ങനെ വെക്കാറാണ് കേട്ടോ. നമ്മൾ ഈ നോമ്പൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്യൽ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് എന്താ പറയുക, സേമിയയും നമ്മളിതിൽ കുറച്ച് സേമിയ ഉണ്ടാവാറുണ്ട് കേട്ടോ നമ്മൾ തരിക്കഞ്ഞിയിൽ. അതിപ്പോൾ എല്ലാവരും ഇതിലുണ്ടാവുമെന്ന് അറിയില്ല, പക്ഷെ നമ്മളതിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കേസ് അങ്ങനെ ഇതാ ഇവിടെ ഉള്ളി വടക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റാവുകയാണ്. അതിൽ എന്താ പറയുക, അതിലേക്ക് ഇഞ്ചിയും മുളകും എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയതാട്ടോ. അപ്പോൾ അതും കൂടി. അപ്പോൾ അങ്ങനെ നമ്മളിതിലേക്ക് പാല് വാർന്നു കൊടുക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടെ തന്നെ പാലും പിന്നെ ഇനി പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാണ്ട് അതോടുകൂടെ നമ്മൾ ഈ തരിക്കഞ്ഞി എന്നുള്ള ഒരു സംഭവം തീരും. അപ്പോൾ ഉമ്മച്ചി പറയണത് ഒരു ദിവസം കൊണ്ട് ഒരു പാലും പാക്കറ്റ് കൊണ്ട് 2 ദിവസം കഴിക്കണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അതാണ് ഉമ്മാരെ പവറാണല്ലോ. സോ അങ്ങനെ നമ്മളുടെ താത്ത എന്താ കുറച്ചും കൂടി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ താത്ത ഇഞ്ചിയും അതുപോലെ തന്നെ മുളകും അതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ അമ്മച്ചി പഞ്ചസാര ഇടുന്നുണ്ട്. ഞാനിങ്ങനെ ഇരുന്ന് അതാടാ അവിടെ ഇതാടാ ഇവിടെ എന്നുള്ള രീതിക്കായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയുക, പൊരിച്ചതൊന്നും വീഡിയോ എടുത്തില്ല, കാരണം നമ്മൾ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പം അങ്ങനെ നമ്മളെ വീട്ടിലുള്ള സംഭവങ്ങൾ പത്തിരി, തരിക്കഞ്ഞി, അതുപോലെ ഉള്ളിവട, പിന്നെ വത്തയ്ക്ക, പിന്നെ നമുക്ക് ചിക്കൻ കറി, അതുപോലെ തന്നെ ഉപ്പാക്ക് ഉള്ളിയും കേങ്ങും തേങ്ങ അരച്ച കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബിസ്മില്ലി കാരക്ക് കഴിച്ചിട്ടോ. ഫസ്റ്റായിട്ട് നമ്മൾ കാരക്ക് കഴിച്ച് തുറന്നിട്ട് പിന്നെ ആയിരുന്നു നമ്മൾ അറ്റാക്കിംഗ് ഒക്കെ പറഞ്ഞ പോലെ ഒന്നും അറ്റാക്കിങ് നടന്നിട്ടില്ല. അത് പറയുമ്പോൾ ഭയങ്കര ഉഷാറായിരിക്കും, പക്ഷേ കഴിക്കുമ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ചിക്കൻ കറീൻ്റെ എല്ലായിട്ടൊക്കെ ഇഷ്ടമായത് ഉപ്പാൻ്റെ കറിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു, തേങ്ങ അരച്ച് വെച്ചുകൊണ്ട്. എനിക്ക് തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അമ്മ പൊട്ടിച്ചപ്പോൾ തേങ്ങ വെള്ളം വരെ ഫ്രിഡ്ജിൽ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും കഴിക്കാനുള്ളത് കിട്ടിയിട്ടില്ല. 2 പത്തിരി കഴിച്ചപ്പോൾ തന്നെ ഞാൻ ഫ്ലാറ്റായി. അപ്പോൾ അങ്ങനെ നമ്മൾ പത്തിരിയും അതുപോലെ തന്നെ കറിയൊക്കെ ഒഴിച്ച് കഴിച്ച് നല്ല ഉഷാറായിരുന്നു, എല്ലാം ഉഷാറായിരുന്നു. പിന്നെ എന്താ പറയുക, ഉള്ളിപ്പൂരിയല്ല, ഉള്ളിവട താത്താൻ്റെ സ്പെഷ്യലായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഒഴിച്ച് നല്ല ഉഷാറായിട്ട് കഴിച്ചു. പിന്നെ തരിക്കഞ്ഞിയും കുടിച്ചു കേട്ടോ. പക്ഷേ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഏകദേശം അപ്പോൾ അതിന് ഫ്ലാറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. സോ അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും